ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി പ്ലം കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ ബേക്കിംഗ് അറിയാത്തവർക്ക് പോലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 90 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ പിന്നെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പതഞ്ഞ് വരുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നോർമൽ ടാപ്പ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കാരമൽ പെട്ടെന്ന് കട്ടിയായി പോവും. അപ്പോൾ ചൂടാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും കൂടി മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേപ്പ് ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിളും ഓറഞ്ചും കൂടി മിക്സ് ആക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട് ജ്യൂസസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അതിലേക്ക് 1/2 കപ്പായിട്ട് വെള്ളം കൂട്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും 1/2 കപ്പ് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1/2 കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റം വരുത്താം. ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ അതുപോലെ റൈസൻസും മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊരു ടീസ്പൂൺ ചേർത്താൽ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടും. ഇതില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വൈറ്റ് പാർട്ട് വരാതെ ഗ്രേറ്റ് ചെയ്തതായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പ്ലം കേക്കിൻ്റെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ചുക്ക് എന്നിവ സെയിം അളവിലെടുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ ഗരം മസാല എന്ന് പറയുമ്പോൾ. സാധാരണ ഗരം മസാലയല്ല, പ്ലം കേക്കിൻ്റെ ഗരം മസാലയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് അതിൻ്റെ ജ്യൂസസും ടേസ്റ്റൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അതിൻ്റെ ജ്യൂസസൊക്കെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ പിടിച്ചിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 30 ഗ്രാം അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽസ് യൂസ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് മാറ്റി വെക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റർ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ജസ്റ്റ് ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ തടുത്തുവയോ വെച്ചിട്ട് തന്നെ ഈ ഒരു കേക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. മുട്ട ചേർത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നിന്ന് മിസ്സായി പോയതാണ്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ അളവ് കൂടി പോകരുത്. അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനൊരു പൊള്ളൽ പോലത്തെ ഒരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് മിക്സിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് തിക്കായി വന്നുകൊണ്ട് ഞാൻ ഇതിലേക്ക് ലൂസ് ആവാനായിട്ട് കുറച്ച് ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ പാലായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ലോഫ് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് സൈഡിൽ ഓയിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട്. അടിയിലും പറ്റുമെങ്കിൽ സൈഡിലും ഇട്ട് കൊടുത്താൽ സൈഡ് ഭാഗമോ അടിഭാഗമോ ഒന്ന് കരിഞ്ഞ് പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ആ ഒരു ബാറ്ററിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകൾ ഭാഗം നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരുന്നോളും. സാധാരണ നമ്മുടെ പ്ലം കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകൾ ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കണേ. ഇതുപോലെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഈ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ സ്പോഞ്ച് കേക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ടൈം എടുക്കും കേട്ടോ ഇതിന്. കാരണം നമ്മളിതിലേക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അത് ബേക്കായിട്ട് വരാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിട്ടൊന്നും ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. പ്ലം കേക്ക് തയ്യാറാക്കിയിട്ട് എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുന്ന കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാനിത് അടുത്ത ദിവസമാണ് എടുക്കുന്നത്. നമുക്കിത് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് എടുത്ത് നോക്കാം. കണ്ടോ, നമ്മുടെ പ്ലം കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മുകളിൽ നമ്മളിങ്ങനെ ചേർത്തത് കൊണ്ട് നമ്മളത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി പ്ലം കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്